ദാ വീട്ടില് എല്ലാവർക്കും ഇത് നമ്മുടെ വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഒരു പാട്ട് കേൾക്കുന്നില്ലേ. ഇതിപ്പോൾ നമ്മൾ ബാംഗ്ലൂരാണ് കേട്ടോ. ചാരുവിൻ്റെ വീട്ടിലാണ് നമ്മൾ. അവിടെ വെച്ചിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഈ കേൾക്കുന്ന പാട്ട് അവിടെ വേസ്റ്റില്ലേ, നമ്മുടെ ഫുഡ് വേസ്റ്റൊക്കെ കൊണ്ടുപോകാൻ തന്നെ അവരുടെ അനൗൺസ്മെൻ്റാണത്. അവർ സ്പീച്ച് റെക്കോർഡ് ചെയ്ത് അങ്ങനെ ഉണ്ടാവും. അതുപോലെ പാട്ടായിട്ട് അവരുടെ ഇതിനെക്കുറിച്ച് അങ്ങനെയും ഉള്ള വോയിസൊക്കെ ഇട്ടാണ് അവർ വരുന്നത് അനൗൺസ്മെൻ്റായിട്ട്. മിക്ക ദിവസങ്ങളിലും ഉണ്ടാവും, ഒന്നോടെ വെച്ച് എന്തായാലും ഉണ്ടാവും ഈ വേസ്റ്റ് കൊണ്ടുപോകാൻ വരുന്നത്. എന്നുവെച്ചാൽ നമ്മൾ പുറത്ത് വെച്ചാൽ മതി, അവരിങ്ങനെ കൊണ്ടുപോയിക്കോളും. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെയാണെങ്കിൽ നമ്മൾ നേരത്തെ കാലത്തെടുത്ത് വെച്ചാൽ മതി. ഏകദേശം ടൈം ഇപ്പോൾ നമുക്കറിയാം ഇന്ന സമയത്ത് വരുന്നുണ്ട്, അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ച് ഇങ്ങനെ വന്ന് കൊണ്ടുപോയിക്കോളും. ഇപ്പോൾ കണ്ട ഇവിടെ അടുത്തവരുടെ പി ജിയിലുള്ളവരൊക്കെ ഇതേ കണ്ട കൊണ്ടുപോകണമെന്ന് പിള്ളേർ അവർ മിക്കവരും പുറത്തുനിന്നൊക്കെ ഫുഡ് വാങ്ങുന്നവരുണ്ടാവും. അങ്ങനെ അതിപ്പോൾ അങ്ങനെയൊക്കെ വേസ്റ്റ് കൊണ്ടുപോകുന്നതാണ്. അത് ഫുഡ് വേസ്റ്റ് മാത്രമല്ല, ഡ്രൈ ആയിട്ടുള്ള നമ്മളെ പേപ്പർ അങ്ങനെ എന്തായാലും നമ്മൾ കൊണ്ട് വെച്ചാൽ കൊണ്ടുപോയിക്കോളും. ഇപ്പോൾ ഇത് ചാരുതയെ കൊണ്ട് ഇട്ട് വന്നു, കാരണം പുറത്തേക്ക് പോകുന്നത് കൊണ്ട് വേഗം അത് കൊണ്ടിട്ട് റെഡി ആവാനുള്ള കാരണം അവൾ തന്നെ കൊണ്ടുപോയത് കൊടുത്തു. അപ്പോൾ അങ്ങോട്ട് വെച്ചാൽ മതി. ഇപ്പോൾ അവിടെ കുറേ പി ജികളും അടുത്ത് ലോഡ്ജ് അങ്ങനെയൊക്കെ ഉള്ള കാരണം 5 ഹോട്ടലൊക്കെ ഉള്ളതാണ് അവർ അവിടെ വയ്ക്കുള്ളൂ. അപ്പോൾ അവർ തന്നെ വന്ന് വണ്ടിയിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് അവരെ വന്ന് എടുത്ത് കൊണ്ടുപോയിക്കോളും. നല്ലൊരു സംവിധാനം എനിക്കിഷ്ടപ്പെട്ടു. കാരണം നമ്മളവിടെ ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ ഹൈഡ്രോ സെറാമിക്ക് കൊടുക്കാനായിട്ട്, അത് പ്ലാസ്റ്റിക് മാത്രമല്ല, അത് കൊടുക്കാനായിട്ട് നമ്മൾ വയ്ക്കും. നമുക്ക് സ്ഥലത്തൊന്നും ഇല്ലല്ലോ ഇപ്പോൾ വേസ്റ്റ് നമ്മളെ സംബന്ധിച്ചുള്ള ഇപ്പോൾ സ്ഥലമൊന്നുമില്ല. ഇപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ വീട്, മുറ്റം കുറവാണ്, അപ്പോൾ അടുത്തടുത്ത് വീടുകളാണ്. അപ്പോൾ നമുക്ക് ഈ ഹരിതകർമ്മസേനക്കാർ വരുമ്പോൾ കഴുകി ഉണക്കി കൊടുത്ത് അവർക്കൊരു നിശ്ചിത എമൗണ്ട് കൊടുക്കണം. പിന്നെ അവർ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാത്തിരിക്കണം. ഇതിപ്പോൾ അങ്ങനെയല്ല, മിക്ക ദിവസങ്ങളിലും ഉണ്ടായിരിക്കും, അവർ വരും. അപ്പം നമ്മളവിടെ പുറത്ത് വെച്ചാൽ മതി. ഇപ്പോൾ എൻ്റെ അറിവിൽ ഇപ്പോൾ ഇവർ ചൈത്രമൊക്കെ അവിടെ വാടക റെൻറ്റിനാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. പക്ഷെ അവർക്ക് ഇതുവരെ ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. ചാർജൊന്നും ഇല്ലയെന്നാണ് അവൾ പറഞ്ഞത്. ഇനി ഓർഡർ കൊടുക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ ചോദിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ അവരൊന്നും കൊടുക്കണില്ല എൻ്റെ അറിവിൽ. ഇതിന് വേണ്ടി നമ്മളൊന്നും കൊടുക്കണ്ട, അങ്ങനെയാണ്. ഇപ്പോൾ അടുത്തുള്ള കടയിലൊക്കെ ഉണ്ട്, അവർ വന്ന് അവിടെ വയ്ക്കും. അപ്പോൾ അത് വന്നത് അടുത്തൊരു ഹോമിയോയിലെ സ്റ്റാഫാണ്. അത് വന്ന് അവിടുത്തെ മരുന്നൊക്കെ വന്ന പെട്ടികളൊക്കെ എടുത്ത് വെച്ചു, പ്ലാസ്റ്റിക് കവറുണ്ട്. അപ്പോൾ അവർ തന്നെ അവർ ബാക്കിൽ കണ്ട ഒക്കെ അപ്പോഴത്തെ തന്നെ വേർതിരിച്ച് വെക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത് ഡ്രൈവേഴ്സ് തന്നെയായിട്ട് വരും, ചിലപ്പോൾ വെജിറ്റബിൾ വേസ്റ്റ് തന്നെയായിട്ടുള്ള വണ്ടിയും വരും. ഇപ്പോൾ ഇത് വന്നേക്കുന്നത് രണ്ടും എല്ലാം കൊണ്ടുപോകുന്നുണ്ട്, അങ്ങനത്തെ ഒരു വണ്ടിയാണ്. ഒരു പല ഇതായിട്ടാണ് അവർ വന്നേക്കുന്നത്. ഇപ്പോൾ എല്ലാം കൊണ്ട് നല്ലൊരു സൗകര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ അവിടെ തൃശ്ശൂർ എറണാകുളത്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇത്ര രൂപ കൊടുക്കണം, ഒരു എമൗണ്ട് കൊടുക്കണം. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഇതില്ല എൻ്റെ അറിവിൽ, ഇത് ചോദിച്ചിടത്തോളം. നല്ലൊരു സംവിധാനമാണ് വേസ്റ്റ് കളയാനായിട്ട്. കണ്ട അവിടെ മുകളിൽ കണ്ട അവരൊന്ന് തിരിഞ്ഞ് മുകളിൽ വേറൊരു വണ്ടിയാണ്, അത് ആൾ മുകളിൽ നിന്ന് അവിടെ തിരിഞ്ഞ് എല്ലാം സെപ്പറേറ്റാക്കി ചെയ്യുന്നുണ്ട്. നമ്മുടെ അവിടെയും ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടെങ്കിൽ നന്നായിരിക്കും അല്ല. അപ്പോൾ അതൊക്കെ ഇപ്പോൾ സിറ്റി ആയതുകൊണ്ട്, എന്നാലും നമ്മുടെ ചെറിയ ഏരിയയിലൊക്കെ എന്തെങ്കിലും ഒരു സംവിധാനം എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സംവിധാനമായിരിക്കും.